പ്രിയ പ്രേക്ഷകരെ, വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അതിന്റെ യഥാർത്ഥ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് സാങ്കേതികമായും നിയമപരമായും അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നതാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ അക്കാര്യം വ്യക്തമാക്കിയതാണ്. അതായത് ഈ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന മണ്ണ് ഇടിയുകയാണോ ചെയ്തത്, അതിന് അപ്പുറം ആ പ്രദേശത്ത് വേറെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ ഇനി പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കൃത്യമായ പഠനങ്ങൾ നടത്തിയാണോ തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്, അപകട കാരണം അശാസ്ത്രീയമായ ഇടപെടലുകൾ ആണോ എന്ന സംശയം കൂടി ബലപ്പെടുകയാണ്. ആ തരത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണവും പുറത്തു വന്നത്. നമ്മൾ ഇനി വിശദമായി പരിശോധിക്കുന്നത് അതുതന്നെയാണ്. അതിനു മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ എന്ത് എന്നുകൂടി ഒരിക്കൽ കൂടി കേൾക്കാം. അതുപോലത്തെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഇതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. അതായത് ഈ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് വി ഡി സതീശൻ പ്രതിപക്ഷത്തായിരുന്നു. കേരളത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രമൊക്കെ നമുക്കറിയാം. പല വികസന പദ്ധതികളും രംഗത്ത് വരുമ്പോൾ അതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. എന്നാൽ അതേ പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ അതേ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന കൗതുകകരമായ കാഴ്ചകളൊക്കെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഏതൊരു വികസന പദ്ധതി നടപ്പിലാക്കുമ്പോഴും അത് പ്രകൃതിയെ ഒരു പരിധിവരെയെങ്കിലും ബാധിക്കും എന്നതിലും തർക്കമില്ല. പക്ഷെ മനുഷ്യന് മുന്നോട്ട് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ പദ്ധതികൾ മാറ്റിവെക്കുക എന്നതും പ്രായോഗികമല്ല. അവിടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ വേണ്ടത്ര പഠനങ്ങൾ നടത്തുന്നുണ്ടോ, ആ പദ്ധതി നടത്തിപ്പിൽ പാലിക്കേണ്ട നിബന്ധനകൾ, നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. പലപ്പോഴും ഈ പദ്ധതികൾ നിർമ്മാണ ഘട്ടത്തിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ദുരന്ത സമയത്ത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നമ്മുടെ ഭൂപ്രകൃതി എന്നത് ലോകത്ത് തന്നെ പലയിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ്. നമ്മുടെ കേരളത്തിന്റെ തന്നെ പ്രത്യേകതകൾ അറിയാം. തീരപ്രദേശങ്ങളുണ്ട്, മലനാടുകളുണ്ട്, ഇടനാടുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ഭൂപ്രകൃതിയുള്ള സംസ്ഥാനത്ത് വികസന പദ്ധതികൾ നടത്തുമ്പോൾ അത് എവിടെയാണെങ്കിലും കൃത്യമായ പാരിസ്ഥിതിക പഠനം നടത്തേണ്ടത് അനിവാര്യതയാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം, കള്ളാടിയിലെ ഈ ദുരന്തം, അത് മനുഷ്യനിർമ്മിതമാണ് എന്നാണ്. അപകട കാരണം അശാസ്ത്രീയമായ ഇടപെടലുകൾ ആണ് എന്നുള്ളതാണ്. ഈ പറയുന്ന തുരങ്കപാത നിർമ്മിച്ചിട്ടുള്ള ഭൂമിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടെ തീർച്ചയായും വളരെ കൃത്യമായി ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകൾ ഉള്ള ഒരു ഇടമാണ്. ഭൂമിയുടെ ചെരിവ്, കുന്നിൻ്റെ സ്വഭാവം, മണ്ണിൻ്റെ സ്വഭാവം, ഘടന, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പഠന റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കൃത്യമായ പഠനം നടത്തേണ്ടതുണ്ടായിരുന്നു എന്നതാണ് നിരീക്ഷണം. ആ പരിസ്ഥിതി പഠന റിപ്പോർട്ട് അടക്കം അതിവേഗം തയ്യാറാക്കി എന്ന വിമർശനം ആണ് ഇപ്പോൾ ശക്തമായും ഉയർന്നു വരുന്നത്. മറ്റൊന്ന് ഭൗമ സാങ്കേതിക പഠനം. അതുമായി ബന്ധപ്പെട്ട്, അതായത് നമുക്കറിയാം പല ലോകരാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും ഇത്തരം തുരങ്കപാതകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് റെയിൽ ഗതാഗതത്തിന്റെ ഭാഗമായി നിരവധി ഇടങ്ങളിലൂടെ തുരങ്കപാതകൾ കടന്നു പോകുന്നുമുണ്ട്. അവിടുത്തെ ഭൂപ്രകൃതിയുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു ഭൂപ്രകൃതിയാണോ നമുക്കുള്ളത്? ഇത്തരം തുരങ്കപാതകൾ കടന്നു പോകുമ്പോൾ അത് നിർമ്മാണത്തിന് ശേഷമാണെങ്കിലും അപകട സാധ്യതയുണ്ടോ? നിർമ്മാണ ഘട്ടത്തിലടക്കം അപകട സാധ്യതയുണ്ടോ? അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമോ? ഇതെല്ലാം നമ്മൾ സാങ്കേതികമായി തന്നെ പഠിക്കേണ്ടതുണ്ടായിരുന്നു. ആ പഠനവും തിടുക്കത്തിൽ തയ്യാറാക്കി എന്നതാണ് മറ്റൊരു വിമർശനം ഉയരുന്നത്. മാത്രവുമല്ല, ഇത്തരം പഠനങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒന്നുമല്ല പൂർത്തിയാക്കേണ്ടത്. മറിച്ച് വർഷങ്ങൾ നീണ്ട പഠനം. ആ പഠനത്തിന് ശേഷം മാത്രമേ ഇങ്ങനെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും, അതിനെ എങ്ങനെ തരണം ചെയ്യണം, ഇതെല്ലാം മനസ്സിലാക്കാൻ വർഷങ്ങളുടെ പഠനം ആവശ്യമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്നതാണ് വിമർശനം. മറ്റൊന്ന്, പല ഘട്ടങ്ങളിലായാണ് പഠനം നടത്തേണ്ടിയിരുന്നത് എന്നതാണ്. സ്വാഭാവികമായും പല ഘട്ടങ്ങളായി പഠനം നടത്തുമ്പോൾ അതിന് ഒരു കാലതാമസം ഉണ്ടാകും. എന്നാൽ ഇവിടെ അതിവേഗം പഠനം പൂർത്തിയാക്കിയപ്പോൾ ഈ ഘട്ടങ്ങളായുള്ള പഠനം നടന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വിമർശനം.
ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിരീക്ഷണം എന്നത് നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത നമുക്കറിയാം. ചൂടുകാലമുണ്ട്, മഴക്കാലമുണ്ട്. ഇത് രണ്ടും മിശ്രമായിട്ടുള്ള കാലാവസ്ഥയും ഒക്കെ നമുക്കുണ്ട് എന്നതാണ്. മറ്റു പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ മൺസൂൺ സ്വഭാവമാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് എന്നത് നമുക്കറിയാം. മഴയുടെ തീവ്രത, മഴയുടെ ലഭ്യത, മഴ ലഭിക്കുന്ന കാലയളവ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങൾ, വസ്തുതകൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് 3 സീസണുകളിലെ മഴയും കാലാവസ്ഥാ വ്യതിയാനവും മനസ്സിലാക്കണം എന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ മനസ്സിലാക്കിയോ എന്ന സംശയം ഉയർന്നു വരികയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി പഠിച്ചുകൊണ്ട് മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന നിരീക്ഷണം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇനി, അതായത് കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾ നടന്നോ, പഠനത്തിൽ എന്തൊക്കെയായിരുന്നു കണ്ടെത്തലുകൾ, ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത്, നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ എന്തൊക്കെ, അത് പാലിച്ചോ, ഇതെല്ലാം ആണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.